ജയ ശ്രീകൃഷ്ണ ദോസ്തോ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 16, 17, 18 ഈ 3 ശ്ലോകം ഒരുമിച്ച് വായിക്കുന്നതാണ് നല്ലത്. ഓടി വരൂ, നമുക്ക് വായിക്കാം, അർത്ഥം മനസ്സിലാക്കാം. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുലഃ സഹദേവശ്ച സുഘോഷ മണിപുഷ്പകോ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വികിശ്ച പരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥ്വീപതേ സൗഭദ്രശ്ച മഹാബാഹു ശങ്കാൻ ദദ്മുഹു പൃഥക് പൃഥക്. എന്താണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, കൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖു വിളിച്ചു, അർജുനൻ ദേവദത്തവും ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖും മുഴക്കി. കൂടാതെ പാണ്ഡവരുടെ സൈന്യത്തിൽ പല വില്ലാളി വീരന്മാരും ഇനിയും ശംഖു വിളിച്ചിട്ടുണ്ട്. അവരാരൊക്കെയാണ്? യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖു വിളിച്ചു. നകുലനും സഹദേവനും സുഘോഷം മണിപുഷ്പകം എന്ന ശംഖു വിളിച്ചു. അതുപോലെ തന്നെ മഹായോദ്ധാക്കളായ കാശിരാജാവ്, ശിഖണ്ഡി, ദ്രൗപദിയുടെ പുത്രന്മാർ, സുഭദ്ര പുത്രൻ ദ്രുപദൻ, സാത്യകി, വിരാടൻ, ദൃഷ്ടദ്യുമ്നൻ, അങ്ങനെ പല യോദ്ധാക്കളും ശംഖനാഥം മുഴക്കി. എന്താല്ലേ ഈ സംഭവം നടക്കുന്നത് ഹരിയാനയിലെ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോഴും കുരുക്ഷേത്രം തന്നെയാണ്. ഒരു ദിവസം കുരുക്ഷേത്രം പോയി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണേന്ന് ഭഗവാനോട് ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നോക്കൂ ആ കുരുക്ഷേത്ര യുദ്ധഭൂമി. ഇമാജിൻ ചെയ്യാൻ നമുക്ക് കഴിയാത്തതിലും ഉപരിയാണ് അവിടെ, അല്ലേ? ഹരേ കൃഷ്ണ. എല്ലാം ഭഗവാന്റെ മായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം